നമസ്കാരം ശ്രീ കെ വി ശംസ്. നമസ്കാരം. കൺഗ്രാറ്റുലേഷൻ. എന്തായാലും ഒരു വലിയൊരു ഘട്ടം പിന്നിടുകയാണ്, അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, പുതിയ ദിശയിലേക്ക് പോവുകയാണ് തുടങ്ങുകയാണ് നമ്മുടെ കമ്പനി ബർജിൽ ജോജിത്ത് എന്ന് പറയുന്ന കമ്പനി. എന്തുകൊണ്ടാണ് ഈ 25 വർഷം കാത്തിരുന്നത്? അല്ല, ഞങ്ങൾ ആഗ്രഹിച്ചത് തന്നെയായിരുന്നു, വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇവിടെ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസ്ക ഇതിനുള്ള ലൈസൻസ് കൊടുക്കും എന്നുള്ളത് അറിയുന്നതും അതിനുവേണ്ടി അപേക്ഷ കൊടുക്കുന്നതും. ഇപ്പോഴേ അതിൻ്റെ പരിശ്രമം ഒരു വർഷത്തിൽ കൂടുതൽ സമയമെടുത്തിട്ടാണ് നമുക്ക് സഫലമായത്. അപ്പോൾ അതിലുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഡോളറിൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ സാധിക്കുന്നു. അതൊന്ന്. രണ്ടാമത് UAE ആണ് അതിൻ്റെ ഡൊമസൈൽ. UAE അടിസ്ഥാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്, സാധാരണ ഈ മ്യൂച്വൽ ഫണ്ട് ഡോളർ ഡിനോമിനേറ്റഡ് മ്യൂച്വൽ ഫണ്ട് ഇവിടെ ഉണ്ടെങ്കിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം $500,000 വേണം. എന്ന് പറഞ്ഞാൽ $5 ലക്ഷം വേണം. അതായിരുന്നു അതിൻ്റെ കണ്ടീഷൻ. അതേ സമയത്ത് നമ്മൾ തുടങ്ങുമ്പോൾ $5,000 കൊണ്ട് ഒരാൾക്ക് മിനിമം $5,000 അടച്ചാൽ തന്നെ തുടങ്ങാം എന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോഴിതിലുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, പരിപൂർണമായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള 10 ഫണ്ടുകളുടെ ഒരു അംബ്രല്ല ഫണ്ടാണ്. ഈ 10 ഫണ്ടുകളും ഇന്ത്യയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇന്ത്യൻ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഇതിൽ ഫോക്കസ് ചെയ്ത ഫണ്ടുകളുണ്ട്. അതുകൂടാതെ എല്ലാ സെഗ്മെൻറ്റും ഒന്നിച്ചു കൂട്ടിയിട്ടുള്ള ഓൾ സെഗ്മെൻറ്റ് ചേർന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതൊന്ന്. രണ്ടാമത് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും സമുന്നതരായിട്ടുള്ള ഫണ്ട് മാനേജർമാരാണ് ഈ ഓരോ ഫണ്ടുകളും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ പല ഗുണങ്ങളും അതുകൊണ്ടുണ്ട്. അതേസമയം UAE സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 200ഓളം നാടുകളിൽ നിന്നുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് UAE. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം അവരെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരൊക്കെ ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ചെയ്യാനുള്ള വല്ല അവസരം ഉണ്ടോ എന്ന്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിവസിക്കുന്ന എല്ലാവർക്കും നമ്മൾ അവസരം കൊടുത്തിരിക്കുകയാണ്, എല്ലാ നാട്ടുകാർക്കും. അത് ഏത് രാജ്യക്കാർക്ക് വേണമെങ്കിലും ഈ ബർജിൽ ജോജിത്തിന് നമ്മുടെ ഈ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും വ്യത്യസ്ത നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സാമ്പത്തിക ഭദ്രത സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യയിലേക്കുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കും കൂടിയാണ്. തീർച്ചയായിട്ടും അത്ര ഒരു ഉത്തരവാദിത്തം തരണം. നമ്മുടെ വിദേശത്ത്, ഈ നാട്ടിലുള്ള UAEയിലുള്ള എല്ലാ വിദേശികളെയും ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയൊരു നേട്ടമായിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എന്നും ഇന്ത്യയിൽ ഉള്ള ആളുകളെ ആരെങ്കിലും പഴയകാലത്ത് ഞാൻ പഴയ ഒരാളെന്നുള്ള നിലയ്ക്ക്, ദീർഘകാലം ഈ നാട്ടിൽ ജീവിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക്, നാട്ടിലുള്ള പലരും എന്നോട് ചോദിക്കും, ഒരു ബിസിനസ് ചെയ്യണം, എന്താണ് അഭിപ്രായം? അപ്പോൾ ഞാൻ ഉടനെ പറയാം, ഈ ലോകത്ത് ഏറ്റവും വേഗത്തിൽ ഒരു ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ UAEയിലേക്ക് വരണം. ഏറ്റവും സമാധാനത്തോട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ UAEയിൽ വരണം. ഏറ്റവും കഠിനാധ്വാനം ചെയ്താൽ കൈ നിറയെ പ്രതിഫലം കിട്ടുന്ന ഉറപ്പുള്ളൊരു സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ UAEയിൽ വരണം എന്നാണ് പറയാറ്.